നമ്മുടെ സംസ്ഥാന വൃക്ഷമായ പ്ലാവിൻ തൈക്ക് ജലമൊഴിച്ച് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനായ കേരള നിയമസഭാ ചീഫ് വിപ്പ്, ഒല്ലൂർ MLA, കാർഷിക സർവകലാശാലയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ, ബഹുമാനായ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു, ഇന്ന് 28 പരിപാടികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഈ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങളിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ MP-മാർ, MLA-മാർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റ് അഭിനന്ദരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും സമ്മന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷി വകുപ്പ് കാർഷിക സർവകലാശാല നേതൃത്വത്തിൽ ഇന്ന് 28 പരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏകദേശം 20 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ഉദ്ഘാടന കർമ്മത്തിലൂടെ പ്രാവർത്തികമാക്കപ്പെടുന്നത്. ഇതെത്ര കോടി രൂപയുടെ എന്നതിനേക്കാൾ ഉപരിയായി കാർഷിക മേഖലയ്ക്ക് സർവതല സ്പർശിയായ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ച് കർഷക എല്ലാ വിഷയത്തിലും പോകുന്നില്ലെങ്കിലും ഗവൺമെന്റിനെ സംബന്ധിച്ചും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചും വളരെയേറെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ ഓരോ പരിപാടിയിലൂടെയും നമുക്ക് തുടങ്ങി വയ്ക്കാനും പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അതിന്റെ കാലാവധിയുടെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാർഷിക സർവകലാശാല നേടിയിട്ടുള്ള നേട്ടങ്ങൾ
വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ സന്തോഷമുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സൂചിപ്പിച്ച പോലെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മുടെ സർവകലാശാല കാർഷിക കേരളത്തിന്റെ എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകുന്ന അതിന്റെ നേതൃപദവിയിലുള്ള സ്ഥാപനമാണ് കാർഷിക സർവകലാശാല. ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന സർവകലാശാലയായി നമ്മുടെ കാർഷിക സർവകലാശാലയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം കാർഷിക രംഗത്ത് ഏറ്റെടുത്തിരിക്കുന്ന വെല്ലുവിളികൾ വെച്ച് നോക്കുമ്പോൾ ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പര്യാപ്തമാക്കുന്ന വിധത്തിൽ സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങളും മറ്റിതര മേഖലയിൽ ഇടപെടലുകളും പ്രകടമാകുന്ന വിധത്തിലുള്ള കർമ്മ പരിപാടികളാണ് കഴിഞ്ഞ 5 കൊല്ലം നാം പൂർത്തീകരിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിരവധിയായ വെല്ലുവിളികളും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും സർവകലാശാല എന്ന നിലയിൽ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ ചുവടുകളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിവിടെ നാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ 12 ഇനം വിളകളുടെ ഇനങ്ങളുടെ പ്രകാശനമാണ്. നേരത്തെ 23 ഇനങ്ങൾ നാം നേരത്തെ പ്രകാശനം ചെയ്യുകയുണ്ടായി. അപ്പോ ഈ കാലഘട്ടത്തിൽ 35 വിളയിനങ്ങളുടെ പ്രകാശനം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നെൽകർഷകരെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നേരത്തെ മനുരത്ന എന്ന പേരിൽ നമ്മൾ ഇറക്കിയ നെല്ല് ഇന്ന് കർഷകർക്കിടയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന നെല്ലിനമാണ്. ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന മനുവർണ്ണ ഉൾപ്പെടെയുള്ള നെല്ലിനങ്ങൾ വരൾച്ചയെയും വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള കാലാവസ്ഥാ മാറ്റത്തിനനുസൃതമായി നെൽകൃഷി മേഖലയിൽ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ കർഷകർക്ക് നൂതനമായ ഒരു വിത്തിന്റെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ 12 ഇനം വിത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ വളരെ സുദൃഢമായ നിലയിൽ കർഷകരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഇത്തരം ഇനങ്ങൾ പ്രകാശനം നിർവഹിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത് വരെ അതിനുവേണ്ടി നടത്തിയ വളരെ വലിയ അധ്വാനവും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിന്റെ കാർഷിക സമൂഹം ഒരിക്കലും മറക്കില്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും അതിനോടനുബന്ധിച്ച് പ്രവർത്തനം ഏർപ്പെട്ട മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് കാർഷിക സർവകലാശാലയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാനും കൂടി ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ കഴിഞ്ഞ 4 കൊല്ലത്തിനുള്ളിൽ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി നിരവധിയായ പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശാസ്ത്രജ്ഞന്മാരുടെ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ കുറവ് മൂലം വളരെയേറെ പ്രയാസങ്ങളാണ് നമ്മുടെ സർവകലാശാല നേരിട്ടത്. ഏകദേശം 180ഓളം വരുന്ന അധ്യാപകരെ ഇതിനകം തന്നെ നിരവധി വർഷങ്ങളായി അധ്യാപക നിയമനത്തിനുണ്ടായിരുന്ന മുഴുവൻ പ്രതിസന്ധികളെയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ സുതാര്യമായി 100% മെറിറ്റോറിയസ് ആയി ലിസ്റ്റ് തയ്യാറാക്കി അധ്യാപക നിയമനം ആരംഭിക്കുക മാത്രമല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും അധ്യാപകരെ നിയമിക്കാൻ ഈ 4 കൊല്ലം കൊണ്ട് സാധിച്ചു എന്നുള്ളത് സർവകലാശാലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ആരോപണം പോലുമില്ലാതെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മെറിറ്റിനെ സംബന്ധിച്ചോ അതിന്റെ നിയമനത്തെ സംബന്ധിച്ചോ ഒരാരോപണം പോലും ആർക്കും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ അത്രയും സുതാര്യമായും സത്യസന്ധമായിട്ടും ആ നിയമനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് സർവകലാശാലയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലിസ്റ്റിന്റെ കാലാവധി ഫെബ്രുവരി മാസത്തിൽ 18-ാം തീയതി പൂർത്തീകരിക്കുകയാണ്. ഈ 18-ാം തീയതിക്ക് മുമ്പ് ഇവിടെ നിലവിലുള്ള മുഴുവൻ ഒഴിവുകൾ
സ്കൂളുകളിലേക്കും അധ്യാപകരുടെ നിയമനം നടത്തുമെന്ന കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഭാഗമായി അധ്യാപക നിയമനം പൂർണ്ണമായി നടത്താൻ ആവശ്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട VC-യോടും എക്സിക്യൂട്ടീവോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ ഫെബ്രുവരി മാസം 12-ന് മുമ്പായി നാം ഇവിടെ നിയമിക്കുമെന്ന് പറഞ്ഞതനുസരിച്ചുള്ള മുഴുവൻ തസ്തികകളിലേക്കും നിയമനം നടത്താൻ ആവശ്യമായ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്കറിയാം, തൊഴിലാളികളുടെ നിയമനം, നമ്മുടെ ഫാമുകളിലെ തൊഴിലാളികളുടെ നിയമനം എത്ര വർഷങ്ങളായി തുടങ്ങിയിരുന്ന നിയമനങ്ങളായിരുന്നു. എല്ലാ ഫാമുകളിലെയും നിയമനങ്ങൾ നമ്മൾ നിരന്തരം പൂർത്തീകരിക്കപ്പെട്ടു. അതും ഈ രീതിയിൽ വളരെ കൃത്യതയോടുകൂടി സുതാര്യമായി തന്നെ പരാതികളില്ലാതെ നടത്തി. ഇവിടെ മാത്രമാണ് കേശവ തൊഴിലാളികളെ സംബന്ധിച്ച ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയാതിരുന്നത്. ആ പ്രസിദ്ധീകരിക്കാത്ത ലിസ്റ്റും കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. അപ്പൊ ലേബർ മേഖലയുമായി ബന്ധപ്പെട്ട് കേശവ തൊഴിലാളികളുടെ നിയമനത്തിന്റെ കാര്യത്തിൽ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. ക്ലാസ് 4 ജീവനക്കാരുടെ നിയമനം അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കാർഷിക സർവകലാശാലയിലെ മറ്റെല്ലായിടങ്ങളിലും സ്വകാര്യ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ കടന്നു വരുമ്പോ കേരളത്തിൽ ഇന്നുവരെ ആ മേഖലയിലേക്ക് കടന്നു വരാത്ത, അല്ലെങ്കിൽ അതിലേക്ക് കടന്നു വരാൻ അനുവദിക്കാത്ത ഒരേ ഒരു മേഖല നമ്മുടെ കാർഷിക സർവകലാശാലയാണ് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഉണ്ടായിരുന്ന 260 സീറ്റുകൾ എന്നത് മാറി ഈ യൂണിവേഴ്സിറ്റി ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റുകളുടെ വർധനമാണ് ഈ 4 കൊല്ലം കൊണ്ട് നാം നടത്തിയത്. 260-ൽ നിന്നും 420 സീറ്റിലേക്ക് സീറ്റുകളുടെ വർധനവ് നടത്തിയത് ഈ സർവകലാശാലയുടെ കാലഘട്ടത്തിലാണ്. ആരും കൈയടിക്കുന്നില്ല, ശരി. കാരണം കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്, ആർക്കെങ്കിലും വിഷമമുണ്ടോ എനിക്കറിയില്ല. ഏതായാലും മെറിറ്റ് അടിസ്ഥാനത്തിൽ 420 കുട്ടികളെ പ്രവേശനം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതൊരു നയത്തിന്റെ പ്രശ്നമാണ്. കാരണം പ്രൈവറ്റ് അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ കോഴ്സുകൾ ആരംഭിക്കണം എന്ന നയം ഇവിടെ നടപ്പാക്കില്ല എന്ന് നാം തീരുമാനിക്കുകയും പല സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ കൂടി നാം അത് മാറ്റി അത് റെഗുലൈസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളാക്കി മാറ്റിയത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോ ഈ പോളിസിയുടെ ഭാഗമായി തന്നെ 260 സീറ്റുകൾ 420 സീറ്റുകളായിട്ട് വർദ്ധിപ്പിച്ചപ്പോ അഗ്രികൾച്ചർ കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഇരട്ടിയിലധികം വിദ്യാർത്ഥികൾക്കാണ് സർവകലാശാലയിൽ അവസരം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സ്വപ്നമായിരുന്നു വയനാട്ടിൽ ഒരു കോളേജ് ആരംഭിക്കുക. നമ്മുടെ കാലഘട്ടത്തിലാണ് അമ്പലവയലിൽ ഒരു പുതിയ കോളേജ് ആരംഭിക്കാൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് സാധിച്ചു. PG കോഴ്സുകളും PhD സീറ്റുകളും അതനുസരിച്ച് വർദ്ധിപ്പിക്കാൻ കഴിയും. അക്കാഡമിക് രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. മറ്റു പല സ്റ്റേറ്റുകളിലും സെൽഫ് ഫിനാൻസിംഗ് മേഖലയിൽ ധാരാളം കോഴ്സുകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെയും സെൽഫ് ഫിനാൻസിംഗ് അഗ്രികൾച്ചർ കോഴ്സുകൾ ആരംഭിക്കണമെന്ന് പറയുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളും ഇപ്പോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അവിടെ മാനേജ്മെന്റ് പറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും അവിടെ ഓർഗാനിക് അഗ്രികൾച്ചർ ഡിപ്ലോമ കോഴ്സുകളെല്ലാം തന്നെ അവർ ആരംഭിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അതിനടിസ്ഥാനത്തിലാണ് അത്തരം ഓൺലൈൻ കോഴ്സുകൾ കൂടി ഇപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക സർവകലാശാല കാർഷിക വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ ചുമതല വളരെ കൃത്യതയോടുകൂടി കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനുള്ളിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. മറ്റു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കൂടെ നിങ്ങൾക്കറിയാം 28 പരിപാടികൾ എന്ന് പറയുമ്പോൾ പുതിയ വിളയിനങ്ങളുടെ പ്രകാശനം, വെള്ളാനിയിലെ അതിഥി മന്ദിരവും പരിശീലന ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം, മറ്റൊന്ന് ദേശീയ തേൻ ഗുണനിലവാര പരിശോധനാശാലയാണ്. വെള്ളയാണിയിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ദേശീയ ഗുണനിലവാര പരിശോധന ലാബ് ഹണിയുമായി ബന്ധപ്പെട്ട ലാബ് നമ്മൾ ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത, കണ്ണാറയിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഹണി പാർക്കിന്റെ ഹണി ആൻഡ് ബനാന പാർക്കിന്റെ ഉദ്ഘാടനം ഈ മാസം നടക്കാൻ പോവാണ്, ഈ ഫെബ്രുവരി മാസത്തിൽ. കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു വിള എന്നുള്ള ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ തേനിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ്
കേരള ഹണി എന്ന പേരിൽ കേരളത്തിന്റെ തേനിന്റെ ബ്രാൻഡിംഗ് രജിസ്ട്രേഷന്റെ അന്തിമഘട്ടത്തിലാണ് സംസ്ഥാന കൃഷി വകുപ്പും ഹോർട്ടിക്കോർപ്പും. കേരളത്തിലെ ഹണിയുടെ പ്രത്യേകതകൾ പ്രത്യേകമായി മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹണി എന്ന ബ്രാൻഡിൽ സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ ഹോർട്ടിക്കോർപ്പിന്റെ നേതൃത്വത്തിൽ തേൻ ഗുണനിലവാരമുള്ള 100% പ്രകൃതിദത്തമായ തേനിന്റെ ഉൽപാദനവും വിപണനവും പൂർത്തീകരിക്കാൻ പോവാണ്. ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേനുകൾ സിംഹഭാഗവും സിന്തറ്റിക് ആണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ കേരള ഹണി എന്ന പേരിൽ 100% പ്രകൃതിദത്തമായ മായം കലരാത്ത തേൻ ഉൽപ്പാദിപ്പിച്ച് കേരള ഹണി എന്ന ബ്രാൻഡിൽ നാം പുറത്തിറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി ഏകദേശം 2700 വരുന്ന തേൻ കർഷകരെ എല്ലാ കൃഷിഭവനുകളിലും രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹണി മിഷൻ എന്ന പേരിൽ തേൻ കർഷകരെ മുഴുവനും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തേൻ കർഷകരുടെ കൺസോർഷ്യം രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ ഏറ്റവും ഗുണനിലവാരമുള്ള അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കേരളത്തിന്റെ തനതായ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി അന്തിമഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിൽ കാർഷിക സർവകലാശാലയുടെ തേൻ ഗുണനിലവാര പരിശോധനാശാല വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ മൂല്യവർദ്ധ ഉൽപ്പന്ന വികസന ഇൻക്യുബേഷൻ കേന്ദ്രം വെള്ളായണി, ഇവിടെ നിരവധി മൂല്യവർദ്ധ ഉത്പാദന കേന്ദ്രങ്ങളും നമ്മളിവിടെ ആരംഭിക്കുന്നുണ്ട്. വാല്യൂ അഡീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ അഗ്രികൾച്ചർ വൈഗ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട അതിന് ടെക്നിക്കൽ മേഖല കൈകാര്യം ചെയ്യുന്ന കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ കേന്ദ്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഈ മേഖലയ്ക്ക് നൽകുന്ന സംഭാവന വളരെ വലുതായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളാനിക്കരയിലെ കാർഷിക വനിതാ ഹോസ്റ്റൽ കുട്ടികൾ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. അതുപോലെ വനിതാ ഹോസ്റ്റലിലെ ഡൈനിങ് ഹാൾ, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ആരംഭിക്കുന്ന പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷണ സംവിധാനമായിട്ടുള്ള വിത്ത് ബാങ്കാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേരളത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കാർഷിക മേഖലയിലെ വൈവിധ്യമാണ്. നഷ്ടപ്പെട്ടു പോയ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ തനതായിട്ടുള്ള വിത്തിനങ്ങളെ ലബോറട്ടറികൾ മാത്രമല്ല കൃഷിയിടങ്ങളിൽ കൂടി സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ ഒരു വ്യക്തമായ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഇങ്ങനെ ഒരു വിത്ത് ബാങ്ക് ആരംഭിക്കാൻ നാം തീരുമാനിച്ചത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്പം നീണ്ടുപോയി എങ്കിൽ പോലും ഇന്ന് വിത്ത് ബാങ്കിന്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കൃഷി വകുപ്പ് 100 നാടൻ മാവുകളുടെ 100 നാടൻ നാട്ടുമാവുകളുടെ പരിപാടി ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുന്നത്. അന്തരിച്ചു പോയ കവയത്രി സുഗതകുമാരി ടീച്ചറുടെ നാമധേയമാണ് ഈ നാട്ടുമാന്തോപ്പുകൾക്ക് നാം നൽകിയിരിക്കുന്നത്. സുഗതകുമാരി മെമ്മോറിയൽ നാട്ടുമാന്തോപ്പുകൾ 100 ഈ വർഷം തന്നെ ആരംഭിക്കും. അത് മുഖ്യമായി പങ്കുവഹിക്കുന്ന സർവകലാശാലയും കൂടി പങ്കാളിത്തമുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ വിത്ത് ബാങ്കുമായി കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്യം നിന്ന് പോയിരിക്കുന്ന 100 നാട്ടുമാവുകളുടെ 100 നാട്ടുമാന്തോപ്പുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കും. അത് 500 പഞ്ചായത്തുകളിലെങ്കിലും ആരംഭിക്കാൻ ആവശ്യമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജൈവ നിയന്ത്രണ പരീക്ഷണശാല പ്ലാന്റ് ഇവിടെ ആരംഭിക്കുന്നു. കൂൺ വിത്ത് ഉത്പാദനശാല വെള്ളാനിക്കൽ ആരംഭിക്കുന്നു. അക്കാഡമിക് ബ്ലോക്കിന്റെ 1ാം നിലയിൽ കാലാവസ്ഥ വ്യതിയാന പരിസ്ഥിതി പഠന കോളേജിന്റെ ഭാഗമായിട്ടുള്ള കോളേജിൽ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. റഫ്ത അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സംരംഭത്തിന്റെ ഉപഭാഗങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അക്കാദമിക് കെട്ടിടം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്ര പട്ടാമ്പിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. പടന്നക്കാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട നേട്ടം കാർഷിക സർവകലാശാലയ്ക്ക് എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങളുണ്ടെങ്കിലും നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നമുക്കൊരു കേന്ദ്രം ഉണ്ടായിരുന്നില്ല. ആ കേന്ദ്രത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കാർഷിക കൃഷി വകുപ്പിന്റെ വേങ്ങേരിയിലെ മാർക്കറ്റ് കേന്ദ്രത്തിൽ കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി ആവശ്യമായ സ്ഥലം വിട്ടു നൽകി അവിടെ ഒരു കേന്ദ്രം ആരംഭിക്കാൻ നാം തീരുമാനിക്കുകയും നമുക്ക് കേന്ദ്രമില്ലാതിരുന്ന കോഴിക്കോട് പട്ടണത്തിൽ തന്നെ നമുക്ക് സ്വന്തമായി ഒരു കേന്ദ്രം ഇതോടുകൂടി ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായി വേങ്ങേരിയിൽ
കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്ത് നമ്മുടെ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന പ്രോട്ടീൻ പാർക്ക്, പൊതു പയർവർഗ സംസ്കരണ കേന്ദ്രം, ഉഴുന്ന് പോലെയുള്ള പയർവർഗ്ഗങ്ങൾ സംസ്കരിക്കാനും അതിന് തൊലികളയാൻ കഴിയുന്ന ഒരു കേന്ദ്രം അവിടെ ആരംഭിക്കുകയാണ്. പൊതു പച്ചക്കറി ഫലവർഗ സംസ്കരണ കേന്ദ്രം അത് കോട്ടയത്തു നിന്നും അതിന് സമാനമായ ഒന്ന് KVK വയനാട്ടിലും നമ്മൾ ആരംഭിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇൻക്യുബേഷൻ സെന്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാല്യൂ അഡീഷൻ രംഗത്ത് കർഷകരെ സംബന്ധിക്കുന്ന വലിയ സഹായകമായ കേന്ദ്രങ്ങളാണ്. നമ്മുടെ മണ്ണുത്തി ആറ്റിക്കൽ ആരംഭിക്കുന്ന പ്രദർശന യൂണിറ്റ്, നേരിട്ട് വന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രദർശന യൂണിറ്റ്, കുന്നംകുളത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി നടത്തുന്ന കാർഷിക ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള കാർബൺ ന്യൂട്രൽ പ്രോഗ്രാം, ജൈവ വളങ്ങളെ കുറിച്ച് ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് കൂടെ സംയുക്തമായിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റിനെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയുന്ന പരിപാടി പരിശീലിപ്പിക്കുന്ന ഓൺലൈൻ കോഴ്സുകൾ. അതിന് പ്രധാനപ്പെട്ട മറ്റൊന്ന് കേരള ബേഡ് അറ്റ്ലസ് പ്രകാശനത്തിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. നമ്മുടെ കേരളത്തിന്റെ പക്ഷികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകുന്ന അറ്റ്ലസിലൂടെ പ്രകാശിക്കപ്പെടുകയാണ്. ചില പോർട്ടലുകൾ ഇവിടെ ഒന്ന് കാർഷിക സർവകലാശാലയുടെ സർവീസ് പോർട്ടലിന്റെ പുതുക്കിയ പതിപ്പിന്റെ പ്രകാശനം നിർവഹിക്കുന്നു. ഫാം എക്സ്റ്റൻഷൻ മാനേജർ ആപ്പിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെടുന്നു. കേരള കാർഷിക സർവകലാശാല ജീവനക്കാരുടെ ഉദ്യോഗ സംബന്ധമായ ആപ്പിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുന്നു. കാർഷിക സർവകലാശാലയുടെ പെൻഷനുമായി ബന്ധപ്പെട്ട ആപ്പ് നിർവഹിക്കപ്പെടുകയാണ് ഇവിടെ. കേരള കാർഷിക സർവകലാശാല സാങ്കേതിക വിശദാംശങ്ങളുടെ ആപ്പിന്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. മറ്റൊന്ന് RKVY റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സംരംഭകർക്ക് ആ പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന ഗ്രാൻഡിംഗ് എയ്ഡിന്റെ വിതരണ പരിപാടി അടക്കം 28 വൈവിധ്യമാർന്ന സർവതല സ്പർശിയായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ സന്ദർഭത്തിൽ സാധാരണ നിലയിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കേണ്ട വിവിധ പരിപാടികളായിട്ടായിരുന്നു നാം ഇത് സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. ഓരോ ഇടത്തും നേരിട്ട് വന്ന് ഈ പരിപാടികളിൽ പങ്കെടുത്ത് അതിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും നമുക്കും ആഗ്രഹിക്കേണ്ടത്. നമ്മളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലും നമുക്ക് ഈ പരിപാടികൾ എല്ലായിടത്തും ഒരേ സമയം എത്തിച്ചേർന്ന് നിർവഹിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സർവകലാശാലയുമായി ചേർന്ന് നമ്മൾ ആലോചിച്ച് ബഹുമാന്യ VC-യുടെയും കൂടി അഭിപ്രായത്തിന്റെയും എല്ലാവരുമായി ചർച്ച ചെയ്ത് നാം തീരുമാനിച്ചത് ഇത് സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് കേന്ദ്രീകൃതമായ നിലയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് ഉചിതം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി കേന്ദ്രീകൃതമായിട്ട് നടത്തുന്നത്. അതേസമയത്ത് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും ബന്ധപ്പെട്ട പ്രദേശത്തെ MLA-മാരും MP-മാരും മന്ത്രിമാരും അടങ്ങുന്ന ജനപ്രതിനിധികളെല്ലാം ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചടങ്ങിന് ശേഷം അവിടെ അതിൻ്റെതായ നിലയിൽ അതിന് ഉദ്ഘാടന കർമ്മം സാധാരണ നിലയിൽ നടക്കുന്നത് പോലെ ചടങ്ങുകളോടുകൂടി തന്നെ എല്ലായിടങ്ങളിലും നടത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നാം നടത്തിയിട്ടുള്ളതുകൊണ്ട് അവിടെ മന്ത്രി എന്നവരെ നേരിട്ട് ചെന്നില്ലെങ്കിൽ പോലും അവിടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ മന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് വേണ്ടി അത്തരം കർമ്മങ്ങൾ കാര്യങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നിർവഹിക്കും എന്നുള്ളതാണ് നാം തീരുമാനമെടുത്തിരിക്കുന്നത്. അത് പ്രകാരം അതത് പ്രദേശത്തെ അവിടെ അതത് കേന്ദ്രങ്ങളിലെ ബന്ധപ്പെട്ട ആളുകൾ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഈ പരിപാടികൾ എല്ലായിടത്തും നന്നായി സംഘടിപ്പിക്കണം അല്ലെങ്കിൽ പര്യവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ 28 പരിപാടികളുടെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതായി നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നാം ഇനിയും ഒരുപാട് നമ്മുടെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് നിയമസഭയിൽ സബ്മിറ്റ് ചെയ്ത വലിയ റിപ്പോർട്ടാണ്. സാധാരണ ആരും ഇത് വായിക്കാൻ മെനക്കെടാറില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇരുന്ന റിപ്പോർട്ട് ഏകദേശം മുഴുവനായിട്ട് വായിച്ചു. ഞാൻ ഇനി പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നതോടുകൂടിയാണ് അത് വായിച്ചതെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അത് വായിക്കാൻ കാരണം എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതെനിക്കൊരു നിർദ്ദേശം ഈ സർവകലാശാല മുമ്പിൽ വെക്കാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓരോ സെന്ററുകളുടെയും റവന്യൂ വരുമാനം നമ്മുടെ സാധ്യതയുടെ 10% പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലും
നമ്മുടെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നടീൽ വസ്തുക്കൾ, വിത്തുകൾ, വളങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾ ധാരാളമായി ഡിമാൻഡുള്ള സമയമാണ്. പഴയതുപോലെയല്ല, കൃഷിയിലേക്ക് ജനങ്ങൾ ധാരാളമായി വന്നിരിക്കുന്നു. കാർഷിക മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കാൻ നമുക്ക് ഈ 4 കൊല്ലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടത്തിലായപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നടീൽ വസ്തുക്കൾ, വിത്തുകള്, വളങ്ങള്, അതിന് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലെല്ലാം വൻതോതിലുള്ള ബിസിനസ് ഉണ്ടായി എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും അധികം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ നടീൽ വസ്തുക്കളും ഉൽപ്പന്നങ്ങളും വാങ്ങാനാണ് ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യം. അത് ഉതകുന്ന തരത്തിൽ നമ്മുടെ കേന്ദ്രങ്ങളിലെല്ലാം നടീൽ വസ്തുക്കളുടെ ഇന്നത്തെ സാഹചര്യത്തിന്റെ 10 ഇരട്ടിയെങ്കിലും, ഞാനിത് പറയുമ്പോൾ 1 ഇരട്ടിയല്ല, 10 ഇരട്ടിയെങ്കിലും ആ ഉൽപ്പന്നങ്ങളുടെ വിപണനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മ പരിപാടി നമ്മൾ ആവിഷ്കരിക്കണം. വൊക്കേഷൻ തൊഴിലാളികളെല്ലാം നിയമനം നടത്തി കഴിഞ്ഞു. അധ്യാപക നിയമനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ്. നമുക്കൊരു സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ഇനിയിപ്പോ ഫാം ഓഫീസർമാരുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നത്, ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫാമുകളിൽ നമുക്ക് ആവശ്യത്തിന് ആളുകൾ ഉണ്ടാകുമെന്ന കാര്യം തർക്കം വേണ്ട. അങ്ങനെ വരുമ്പോ നമ്മുടെ ഫാമുകളിൽ, കേന്ദ്രങ്ങളിലെല്ലാം ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദന വർധനവിന് ആവശ്യമായ ക്രമീകരണം ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് മുന്നോട്ട് വയ്ക്കാറുള്ളത്. മറ്റൊന്ന്, ബയോ കൺട്രോൾ ലാബുകളുടെയും പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷനുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കാർഷിക സർവകലാശാലയുടെ എല്ലാ കേന്ദ്രങ്ങളിലും പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷനുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അത് ലബോറട്ടറി ഉണ്ടാവണം. കൃഷി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ബ്ലോക്കുകളിലും പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷനുകൾക്ക് വേണ്ട നടപടി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ വലിയ വിപുലമായ പദ്ധതി നാം തയ്യാറാക്കിയിരിക്കുകയാണ്. കീടനാശിനികളുടെ പ്രയോഗം പരമാവധി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉദ്യമത്തിൽ ബയോ കൺട്രോൾ ലബോറട്ടറികളുടെയും പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷനുകളുടെയും ലാബുകളുടെയും ആവശ്യകത വളരെ വലുതാണ്. അത് വ്യാപകമായി നമുക്ക് ആരംഭിക്കാൻ കഴിയും. അങ്ങനെ ആരംഭിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കൃഷി രീതിയിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് ഉതകുന്ന തരത്തിലുള്ള ലബോറട്ടറികളുടെ അഭാവമാണ് ഈ രംഗത്തേക്ക് കൃഷിക്കാരെ ആകർഷിക്കാതിരിക്കുന്ന കാരണം. അത് മുൻകൈയെടുക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റിന്റെയും യൂണിവേഴ്സിറ്റിയുടെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൃഷി വകുപ്പ് RKVY പദ്ധതിയുടെ ഭാഗമായി തന്നെ അതിനുവേണ്ട നടപടി സ്വീകരിക്കുകയാണ്. മണ്ണുത്തിയിലെ കൃഷി വകുപ്പിന്റെ ബയോ കൺട്രോൾ ലാബ് അതിന്റെ ഉൽപാദനം 5 ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയ പരിപാടി 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി ആ ലാബ് വിപുലീകരിക്കപ്പെടും. ഡിപ്പാർട്ട്മെന്റ് മാത്രം ലാബ് പോരാ, സർവകലാശാലയുടെ എല്ലാ കേന്ദ്രങ്ങളിലും, എല്ലാ ഉപകേന്ദ്രങ്ങളിലും നമുക്ക് പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷൻ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോ ഡിപ്പാർട്ട്മെന്റും സർവകലാശാലയും കൂടി ആരംഭിച്ചിരിക്കുന്ന ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററുകൾ വളരെ നന്നായി നടക്കുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ആ ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററുകളിലെ സയന്റിസ്റ്റുകൾ താഴേക്ക് ഇറങ്ങി വരുന്നതിന് നേട്ടങ്ങൾ നമ്മുടെ കൃഷിക്കാരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കോർഡിനേറ്റർ റിലേഷന്റെ ഭാഗമായി എല്ലാ പ്രദേശ എല്ലാ ബ്ലോക്കുകളിലും നമുക്ക് നമ്മുടെ ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററുകൾ വന്നു അവിടെ സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ടിന്റെ ചാർജിൽ ആൾക്കാരുണ്ട്. ഇപ്പൊ പുതിയ പഞ്ചായത്ത് വന്നിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ സ്കീമുകൾ വരാൻ പോവാൻ. ഇതിന്റെ ഭാഗമായി ഞാൻ ഈ സൂചിപ്പിച്ച തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയണം. അപ്പൊ പദ്ധതി തയ്യാറാക്കുന്ന സ്കീമുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സയന്റിസ്റ്റുകൾ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർവകലാശാല വീക്ഷിക്കുന്ന തലത്തിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് അത് താഴെത്തട്ടിലേക്ക് പോകേണ്ടതിനെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇതെല്ലാം തന്നെ താഴേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കൃഷി പാഠശാല എല്ലാ കൃഷിഭവനുകളുണ്ട്. കൃഷി പാഠശാലയും ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററുകളും ഇതിനു വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കേന്ദ്രങ്ങളാണ്. അതിനെ യൂണിവേഴ്സിറ്റി ഫലവത്തായി പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചാൽ നമ്മുടെ സർവകലാശാലയും കൃഷിക്കാരുമായി ബന്ധമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് ബന്ധം കുറവുണ്ട് എന്ന് പറയുന്ന ന്യൂനത പരിഹരിക്കാനുള്ള അവസരമാണ്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററുകൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററുകൾ വളരെ ഫലപ്രദമായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയണം. അതിന്റെ റിവ്യൂ റെഗുലറായി നമുക്ക് നടത്താൻ കഴിയണം. കൃത്യതയോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ ഈ ബ്ലോക്ക് ലെവൽ നോളജ് സെന്ററുകളുടെ പ്രവർത്തനം ഏറ്റവും നന്നായി
നടത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ നിരന്തരമായി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തുവന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നു കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു മെക്കാനിസം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശാനുസരണം രണ്ട് ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഉച്ചബന്ധം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് കൂടുതൽ വിളക്കി ചേർക്കാനുള്ള ഒരു വേദിയാണ് നമ്മുടെ ഈ അഗ്രി നോളജ് സെന്ററുകൾ എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇത്തവണത്തെ വൈക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 10 മുതൽ 15 വരെ 14 വരെ നമ്മൾ നടത്തുകയാണ്. അത് വെർച്വൽ പ്ലാറ്റ്ഫോമാണ് പ്രധാനമായിട്ടും പ്രയോജനപ്പെടുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഗ്രി ഹാക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും, സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പ വിദ്യാർത്ഥികളെ, പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കർഷകർ തന്നെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു വലിയ അഗ്രി ഹാക്കത്തോൺ എന്ന പരിപാടി ഈ വൈകിയുടെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട 27-ാം തീയതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് കൂടെ വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ വശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും സർവകലാശാലയുടെ എല്ലാ ശാസ്ത്ര സമൂഹത്തിന് പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്ന് കൂടി ഞാൻ പ്രത്യേകം. കാരണം വൈക എന്ന പ്രോഗ്രാം തൃശൂർ ആസ്ഥാനമായി വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന് പൂർണ്ണമായ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നത് കാർഷിക സർവകലാശാലയ്ക്കുണ്ടാകും. കാർഷിക സർവകലാശാല ആസ്ഥാനം തൃശ്ശൂരായതുകൊണ്ടാണ് നമ്മൾ വൈക നമ്മൾ തൃശ്ശൂരിൽ വെക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. അതിനനുസൃതമായ രീതിയിൽ വൈകയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹായങ്ങളും തുടർന്നുണ്ടാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ കരുത്തോടുകൂടി ഇന്ന് കാർഷിക കേരളം നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. കാർഷിക മേഖലയിലേക്ക് ധാരാളമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കൃഷി ഒരു പ്രൊഫഷൻ എന്ന നിലയിലേക്ക് ഏറ്റെടുക്കാൻ പുതിയ തലമുറ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ള അവസരം. നമ്മുടെ ഈ പ്രതിസന്ധി കാലഘട്ടം ഏറ്റവും നല്ല അവസരത്തിന്റെ കൂടി കാലഘട്ടമായിട്ടാണ് നാം കാണുന്നത്. ഈ അവസരത്തിന്റെ കാലഘട്ടത്തെ ഏറ്റവും നന്നായി നയിക്കേണ്ട ഉത്തരവാദിത്വം കാർഷിക സർവകലാശാലയ്ക്കാണ്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടികളുടെ മുഴുവൻ ഉദ്ഘാടനം ഒന്നിച്ച് നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം.